നടൻ മുകേഷിന്റെ കാര്യം കൊല്ലത്ത് ഗോവിന്ദ. മുകേഷ് എന്ന നടനെ വോട്ടർമാർക്ക് ഇഷ്ടമാണ്, എന്നാൽ മുകേഷ് എന്ന രാഷ്ട്രീയക്കാരനെ ജനങ്ങൾക്ക് വേണ്ട. ഇതാണ് കൊല്ലത്തെ ഇന്നത്തെ അവസ്ഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ മുകേഷാണ് ഇടതുപക്ഷത്തിന് വേണ്ടി കൊല്ലത്ത് മത്സരിക്കുന്നത്. എന്നാൽ പല സർവേകളിലും മുകേഷിന് കൂടുതലും ചീത്ത വിളികളാണ് മറുപടി. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പ്രചരിച്ചത്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ് ചിലർ മുകേഷിന്റെ മുഖത്ത് പ്രതിഷേധ സൂചകമായി മീൻവെള്ളം ഒഴിച്ചെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്ന് പറയുകയാണ് താരം ഇപ്പോൾ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസമാണ് തനിക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുകേഷ് പ്രചരണത്തിന് മറുപടി നൽകിയത്. മീൻവെള്ളമാണ് ലോകത്തിലെ ദുഷിച്ച വസ്തു എന്ന് കരുതുന്ന ചിലരാണ് തനിക്കെതിരായ വ്യാജ പ്രചരണത്തിന് പിന്നിൽ. അവരെ സംബന്ധിച്ചിടത്തോളം മീൻവെള്ളമാണ് ലോകത്തിലെ ഏറ്റവും ദുഷിച്ച നാറിയ വെള്ളം. മീൻ കഴിക്കാം, മീൻ പിടുത്തവും ഒക്കെയാണ്, എന്നാൽ മീൻവെള്ളം മാത്രം അങ്ങനെയല്ല. ഇത്ര നികൃഷ്ടമായ ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് ഇതൊക്കെ എന്നാണ് മുകേഷ് മറുപടി നൽകിയത്. പ്രചരിപ്പിച്ചത് കള്ളമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും തെളിഞ്ഞു. ഇനി ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമെന്നുള്ളതും കണക്ക് കൂട്ടിയാണ് നിൽക്കുന്നത്. ഈ മണ്ടന്മാർ അതൊന്നും ചിന്തിച്ചില്ല. ഇതൊക്കെ വ്യക്തമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ സിനിമാ നടനായതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ വെറും അസൂയയാണെന്നും മുകേഷ് പറയുന്നുണ്ട്. നമുക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ചിന്ത. ഇവൻ 41 കൊല്ലമായി സിനിമയിൽ അഭിനയിക്കുന്നു, 306 പടങ്ങളും ചെയ്തു എന്ന് കരുതുന്നവരുണ്ടെന്നും മുകേഷ് വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും മണ്ഡലത്തിൽ LDF ജയം സുനിശ്ചിതമാണെന്നും മുകേഷ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലം മണ്ഡലത്തിൽ നടന്ന LDF നേതൃസംഗമത്തിൽ വെച്ച് തമാശ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന വ്യക്തിയാണ് മുകേഷ് എന്നും അതുകൊണ്ട് തന്നെ കളിയാക്കിയും ട്രോളിയും മുകേഷിനെ അടിച്ചിരുത്താമെന്ന് ആരും കരുതേണ്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. മുകേഷ് വളരെ നല്ലൊരു മനുഷ്യനും മികച്ചൊരു MLA-യുമാണെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം. എന്ത് കളിയാക്കിയാലും മുകേഷിന് പ്രശ്നമില്ല. കാരണം മുകേഷ് കളിയാക്കാത്ത ഒരാളും സിനിമയിലില്ല. തമാശകളും ട്രോളുകളും ഒക്കെ നമ്മളെക്കാൾ ആഘോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നയാളാണ് മുകേഷ്. മുകേഷിനെ തമാശ പറഞ്ഞോ ട്രോളിയോ ഇരുത്തിക്കളയാമെന്നൊന്നും വിചാരിക്കേണ്ടെന്നാണ് ഗണേഷ് കുമാർ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ മുകേഷ് പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,48,856 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് NK പ്രേമചന്ദ്രൻ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചത്. ഇത്തവണ മുകേഷിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇക്കുറിയും മണ്ഡലത്തിൽ വിജയം നേടുമെന്നും പ്രേമചന്ദ്രൻ ഹാട്രിക് അടിക്കുമെന്നുമാണ് UDF-കാർ അവകാശപ്പെടുന്നത്. LDF-ഉം UDF-ഉം RSPയും ഒരുപോലെ വിജയിച്ചു കയറിയ മണ്ഡലമാണ് കൊല്ലമെങ്കിലും RSPയെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാനത്തെ ഒരേയൊരു സ്വാധീന മേഖലയാണ് കൊല്ലം. ഇത്തവണയും കൊല്ലം തങ്ങളെ കൈവിടില്ലെന്നാണ് RSPയുടെ പ്രതീക്ഷ.